Hello, children. So, we have been learning about biotechnology, its processes and principles till now. And today onwards, we start biotechnology and its application in our daily life or in application in the bigger version of science. Let us first look at application in agriculture. പറയുമ്പോൾ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി into organisms and the various processes of organism for human welfare, for the synthesis of various products which is used by human beings. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് ബയോടെക്നോളജീനെ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ദർ ഇസ് എ ഡെഫിനിഷൻ ദാറ്റ് യു ഷുഡ് ബി അവെയർ ഓഫ്. Whenever in plants, bacteria, fungi, and other animals, their genetics or their genes are altered. That is, some modification or some changes have been brought about in their DNA or gene. അതിനാണല്ലോ നമ്മൾ ബയോടെക്നോളജിയിൽ ചെയ്യുന്നത്, ജീനിൽ ചേഞ്ചസ് കൊണ്ടുവരാം. So, whenever in such organisms the genes have been altered, we call them as genetically modified organisms. Genetically modified organisms, or we can call them as GMOs. What is it? GMOs. അപ്പം ഇങ്ങനെ ഓർഗാനിസത്തിൻ്റെ വെൽഫെയറിനായിട്ടുള്ള അവരെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അവരുടെ ജീൻസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ DNA ഓൾട്ടർ ചെയ്യുമ്പോഴോ ചെയ്ത് കഴിയുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ദ ജീൻസ് ഹാവ് ബീൻ മോഡിഫൈഡ്. സോ സച്ച് ഓർഗാനിസം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. Okay, so agriculture. When we come to agriculture, you have learned about in various classes that with the increase in population, there has always been a need to increase the production, increase the food production. അല്ലേ? ഇതിന് ഒന്നെങ്കിൽ നമ്മൾ ഇൻക്രീസ് ഫെർട്ടിലൈസേഴ്സ്, ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പം നമുക്ക് നല്ലൊരു ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റ് വിച്ച് ഇസ് ഫോംഡ്, ഈൽഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയും. ആൻഡ് ഫൈനൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ജനറ്റിക്കലി എൻജിനീയർഡ് ഓർ മോഡിഫൈഡ് ക്രോപ്പ് based agriculture. Okay, so these are different levels, different stages of agriculture in our world. ആദ്യം നമ്മൾ നോർമലി ഇനഫ് ഈൽഡ് ഇല്ലാന്ന് തോന്നിയപ്പം വി സ്റ്റാർട്ടഡ് യൂസിങ് എ ലോട്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. പക്ഷെ അതിന് ആ സമയത്ത് ഒരു ഹൈ ഈൽഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഓൺ എ ലോങ് ടേം യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സോയിൽ ഫെർട്ടിലിറ്റി ഈസ് വെരി ബാഡ്ലി എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. സോ ഇറ്റ് ഇസ് നോട്ട് എ മച്ച് റിലയബിൾ വേ ഓഫ് അഗ്രികൾച്ചർ. കാരണം നമുക്ക് ഇന്നത്തേക്ക് മാത്രം വേണ്ടിയല്ലല്ലോ, നാളത്തേക്കും കൂടി വേണ്ട നമ്മുടെ സോയിൽ, സസ്റ്റൈനബിൾ യൂസ് ഓഫ് സോയിൽ. ഇപ്പോൾ സോയിൽ നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ക്രോപ്പ് നന്നായിരിക്കുമല്ലോ. സോ യൂസ് ഓഫ് ലോട്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇസ് നോട്ട് എ റിലയബിൾ way of agriculture. The next is organic agriculture. Organic എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെന്യൂസ് ഉപയോഗിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള മെന്യൂസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അഗ്രികൾച്ചറാണ് ഓർഗാനിക് അഗ്രികൾച്ചർ. ബട്ട് ഇൻ ദാറ്റ് ഓൾസോ ദിസ് കൈൻഡ് ഓഫ് അഗ്രികൾച്ചർ വിൽ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ദ നീഡ് ഓഫ് കറൻറ്റ് ഇൻക്രീസിങ് പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു പയ്യെ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും നമുക്ക് അപ്പത്തെ ആവശ്യത്തിന് ഇനഫായിട്ട് ഉണ്ടാക്കാൻ ഓർഗാനിക് അഗ്രികൾച്ചറിലൂടെ പറ്റില്ല. പിന്നെ നമുക്ക് ഉള്ളത് എന്താണ്? ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ക്രോപ്പ്, ഏതെങ്കിലും ഒരു ക്രോപ്പ് സെലക്ട് ചെയ്യുന്നു, അതിൽ നമ്മുടെ ഡിസൈർഡ് ചേഞ്ചസ് വരുത്തുന്നു. വി ആർ ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈർഡ് ചേഞ്ചസ് ഇൻ ദ ക്രോപ്പ് ഓഫ് ആർ ഇൻട്രസ്റ്റ്. ഹൗ? ബൈ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദെയർ ജീൻസ്. ജീൻസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ it doesn't matter which crop it is, it will produce the protein whose genes are present in that particular plant. Okay, നമുക്ക് let us see what are the different genetic modifications that can be brought about in plants or in crops. So what are some of the major features that we prefer to have in any crop? ഒന്ന് വെച്ചാൽ ടോളറൻസ് ടു അബിയോട്ടിക് സ്ട്രെസ്. ടോളറൻസ് ടു അബിയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് സപ്പോസ്
suddenly there is drought in a particular place, our plants should be able to resist that drought ഉണ്ടെങ്കിലും ആ പ്ലാന്റിനെ അതിൻ്റെ ക്രോപ്സിനെ എഫക്റ്റ് ചെയ്യാണ്ടിട്ടുള്ള ആ ഒരു എബിലിറ്റി ആ ക്രോപ്പിനുണ്ടാകും. വെച്ചാൽ വാട്ടർ സ്ട്രെസ് എന്ന് വെച്ചാൽ വാട്ടർ സ്കാസിറ്റീനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരുപാട് നാളത്തേക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറി ഒരു ഏരിയയിലെ ടെമ്പറേച്ചർ മാറിയോണ്ട് പെട്ടെന്ന് നമ്മുടെ ക്രോപ്പൊക്കെ നശിച്ചു പോയാലോ? പറ്റില്ല. സോ സംഹൗ ഒരു പ്ലാന്റ്, യു ടേക്ക് എനി ക്രോപ്പ്, ദറ്റ് ക്രോപ്പ് ഷുഡ് ഹാവ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറൻസ്. അങ്ങനെയാകുമ്പോൾ ടെമ്പറേച്ചർ മാറിയാലും ആ ക്രോപ്പിനെ എഫക്റ്റ് ചെയ്യില്ല. അബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻവയൺമെൻറ്റിലെ വാട്ടർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ്, ആ ഒരു ഫാക്ടേഴ്സിനെയാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. സോ ദ പ്ലാന്റ്സ് ഷുഡ് ബി tolerant to abiotic stress. If there is any changes in the abiotic factors that affect the growth of a crop, the plant should be tolerant to it, and this tolerance can be brought about by genetic modification. Reduced reliance of chemical pesticides. We all know that a lot of pests affect the crops and hence damage the productivity. So if sub means we are able to modify the genetics of the crop in such a way that there is no need of chemical pesticides, natural വേയിലൂടെ തന്നെ പെസ്റ്റിനെ റിട്ടാർഡ് ഓഫ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ അവരെ തന്നിൽ നിന്ന് ഒരു വിഡ്രോ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി പ്ലാന്റ്സിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ചില പ്ലാന്റ് ഉണ്ട്, ചില ലീവ്സ് ആടും പശുവൊന്നും തിന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതായാലും നാച്ചുറലായിട്ട് തന്നെ ഇൻസെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ചില പ്ലാന്റ്സ് തിന്നില്ല. കാരണം അത് തിന്നു കഴിയുമ്പം അവർക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് ചില കെമിക്കൽസ് ഉണ്ടാകും. അതുകൊണ്ട് ദേ ഓൾവേസ് പ്രിഫർ ടു അവോയ്ഡ് സച്ച് പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ എ നോർമൽ ക്രോപ്പ് വി ആർ ഇൻസേർട്ടിങ് എ ജീൻ which will not affect the crop itself but will produce certain proteins which will ripple off or ward off other insects or pest. അപ്പോൾ അങ്ങനെ നാച്ചുറൽ വേയിൽ തന്നെ നമ്മളെ പെസ്റ്റിനെ അവോയ്ഡ് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യാണ് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് യൂസിങ് എനി കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. Post-harvest losses. Sometimes the crops that we take and we store them, they are damaged due to infection or attack by some pest. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാണ്ട് ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ പറ്റും. Mineral usage and enhanced nutritional value of food. Efficient mineral usage എന്ന് വെച്ചാൽ സോയിലുള്ള മിനറലിനെ പയ്യെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി പ്ലാന്റ്സിനുണ്ടാവണം. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഓർഡർ ഇല്ലാണ്ട് ഒരു പർട്ടിക്കുലർ വേ ഇല്ലാണ്ട് പെട്ടെന്നെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എക്സോഷൻ വിൽ ബി ദയർ. എക്സോഷൻ എന്ന് പറഞ്ഞാൽ മിനറൽസ് ന്യൂട്രിയൻസ് ഒക്കെ സോയിലിൽ നിന്ന് തീർന്നു പോകും, അപ്പോൾ സോയിൽ ഫെർട്ടിലിറ്റി ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ എഫിഷ്യൻറ്റ് വേയിൽ സോയിലിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള എബിലിറ്റി പ്ലാന്റിൽ തന്നെ ഉണ്ടാവണം. ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് ബൈ ജനറ്റിക് മോഡിഫിക്കേഷൻ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, enhanced nutritional value of the food. If you take a crop, you take a seed, that seed may be having only high amount of protein, but I want that particular seed or that particular crop to have good fat, proteins, carbs, vitamins, nutrients, everything included in one particular seed. അപ്പോൾ അതിനാണ് enhanced nutritional value of food എന്ന് പറയുന്നത്. This can also be brought about by genetic modification. But the genetic modification that we are going to study in this chapter is tolerance to pest or resistance to diseases. Resistance to disease എന്ന് പറയുമ്പം ചില ഡിസീസസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ ചില പെസ്റ്റ്, ചില വേംസ്, ചില പ്ലാന്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വേംസും ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി എങ്ങനെയാണ് ചില പ്ലാന്റ്സിലേക്ക് നമ്മൾ ജനറ്റിക് മോഡിഫിക്കേഷനിലൂടെ വരുത്തുന്നതെന്നാണ് ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇൻ അണ്ടർ അഗ്രികൾച്ചർ. Okay, that is important in this chapter. There is a particular bacteria named as Bacillus thuringiensis. Bacillus thuringiensis, or in short we can name it as BT. Okay, now in this bacteria there is a particular gene which in certain stage of this bacteria's life cycle produces a crystal,
And this crystal contains insecticidal protein in it. Insecticidal protein. എന്താണ്? Bacteria in some stage of its life cycle produces crystals. And this crystal crystal contains inside it insecticidal protein. Insecticidal protein ഇൻസെക്റ്റിനെ കൊല്ലുന്ന ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. ഇൻസെക്റ്റിനെ കൊല്ലുന്ന പ്രോട്ടീൻസ് ഈ ക്രിസ്റ്റലിൻ്റെ അകത്തുണ്ട്. Okay, when present inside the body of Bacillus thuringiensis, this crystal is in the form of an inactive state, inactive protein. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോട്ടീൻ ആ ബാക്ടീരിയനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നില്ല. Now, how is it used in biotechnology? Now, from the bacteria, this particular gene is cut out and they are inserted into the gene of plants like cotton, corn, rice, tomato, potato, soybean, etc. Okay, it has been inserted into these plants. So now these plants are producing a particular protein which is insecticidal in nature. So suppose a insect comes to eat it. Just imagine this is not a butterfly, this is the insect. Okay, this insect is feeding on our BT cotton. BT cotton എന്ന് പറഞ്ഞാൽ എന്താ? It is now genetically modified containing the BT gene. ബാസിലസ് തുറിഞ്ചിനസിൻ്റെ ജീൻസ് കണ്ടെയ്ൻ ചെയ്യുന്നു. അതുകൊണ്ട് ഈ പുതിയ പ്ലാന്റിനെ ഞാൻ ഇനി വിളിക്കുന്ന പേരാണ് BT cotton. Okay, or BT corn. So when an insect comes and feeds on this BT cotton plant, it is taking inside this insecticidal protein, inactive insecticidal protein, അതിൻ്റെ ഉള്ളിലേക്ക് അത് എടുക്കുകയാണ്. This insecticidal protein, when it reaches the gut of this insect and under the alkaline pH of the gut, വയറ്റിലെത്തുമ്പോഴത്തേക്കും അവിടുത്തെ ആൽക്കലൈൻ pH കാരണം this inactive protein now becomes active. Inactive protein now becomes actin and they bind to the midgut epithelial cells. Midgut epithelial സെൽസ് എന്ന് വെച്ചാൽ വയറിലുള്ള എപ്പിത്തീലിയൽ സെൽസിലേക്ക് അവർ ബൈൻഡ് ആവും. അങ്ങനെ ബൈൻഡ് ആയിട്ട് എന്ത് ചെയ്യും? ദേ സ്റ്റാർട്ട് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സം പോർസ്. അപ്പോൾ വയറ്റിലൊക്കെ ചെറിയ ചെറിയ പോറ് പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ അരിപ്പ പോലെ ഇങ്ങനെ കുഴികുഴിയായി വരും. ദ ഓർഗാനിസം swells up or the gut swells up. Okay, and eventually this organism dies. The cells break off. Okay, ഈ എപ്പിത്തീലിയൽ സെൽസിലേക്ക് നമ്മുടെ ഈ പ്രോട്ടീൻ അറ്റാച്ച് ആകുമ്പോഴത്തേക്കും ദ സെൽസ് സ്ലോലി സ്റ്റാർട്ട് അപ്പിയറിങ് ഓൺ ദ സെൽസ്. സ്ലോലി സം പോർസ് സ്റ്റാർട്ട് അപ്പിയറിങ്. Okay, and the cells start swelling up and eventually the cells break open. ലൈസിസ് എന്ന് പറഞ്ഞ സംഭവം. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓപ്പൺ. അങ്ങനെ നടന്നാലോ ദ സെൽ ഇസ് ഡെഡ് ആൻഡ് ഇവൻച്വലി ദ ഇൻസെക്ട് ഇസ് കിൽഡ്. ഇത് കാരണം ദ ഇൻസെക്ട് ഇസ് കിൽഡ്. സോ ദിസ് ഈസ് വൺ വേ ഓഫ് മേക്കിംഗ് ദ പ്ലാന്റ് റെസിസ്റ്റൻറ്റ് ടു ദി അറ്റാക്ക് ഓഫ് സർട്ടെയിൻ ഇൻസെക്ട്സ്. ഈ ഇൻസെക്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യം സംഭവിക്കും. ആദ്യം 2-3 ഓർഗാനിസൊക്കെ 2 ഇൻസെക്ട്സോ അല്ലെങ്കിൽ ഒരു 10-15 ഇൻസെക്ട്സോ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും, അതിനെ തിന്നും, അവരൊക്കെ ചത്തുപോകും. അപ്പോൾ അവരെ കണ്ടിട്ട് വേറെ ഇൻസെക്ട്സ് എന്ത് ചെയ്യും? പിന്നെ വന്നിട്ട് ഇവിടെ ഫീഡ് ചെയ്യില്ല. ദി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ഡേഞ്ചറസ്, ദിസ് ഇസ് ഫേറ്റൽ. ഇഫ് വി ഫീഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പ്ലാന്റ് ഇറ്റ് വിൽ ബി ഫേറ്റൽ ടു അസ്. സോ ദേ വോണ്ട് ഫീഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലാന്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ BT ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പല റേഞ്ചിലുള്ള ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യും. സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ വേം ഓർ ഇറ്റ് ക്യാൻ ബി ബീറ്റിൽസ് ഓർ ഇറ്റ് ക്യാൻ ബി മൊസ്കിറ്റോസ്, flies or anything. Different range of insects are affected by that particular BT toxin. Bacillus thuringiensis നടക്കുന്ന ടോക്സിൻ്റെ പേരാണ് BT toxin. Okay, now this BT toxin was produced by a particular gene called as Cry gene. Cry gene എന്ന് പറഞ്ഞ ഒരു ജീനാണ്. ഈ ഒരു ജീന്, ആ ജീനിൻ്റെ പേര് Cry gene ആണ്. ആ ജീനാണ് നമ്മുടെ BT toxin ഉണ്ടാക്കുന്നത്.
Okay, now different alleles of this cry genes are there, and different types of genes are used in different plants for targeting different pest organisms. For example, cry cry 1AC and cry 2AB. Cry 1AC and cry 2AB. These are used in cotton plants. E particular gene variation is used in cotton plants, whereas cry 1AB is used in corn. അങ്ങനെ ടാർഗറ്റ് ഓർഗാനിസം വെച്ചിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാന്റ് ആണ് മോഡിഫൈ ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ട് ഈ ജീനിൻ്റെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. Okay, this is how the particular Bt toxin extracted from Bacillus thuringiensis is used by the methods of biotechnology in plants to develop resistance to certain pests and hence resistance to certain diseases. ഓക്കെ, ഇതൊരു വൺ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ്. നമുക്ക് ഒരു വേയും കൂടെ നോക്കാം, വേറൊരു വഴി. Another method of biotechnology for developing resistance in plants for pest is RNA interference method, RNA interference method. What happens over here? Let's see. Melodygain incognitia is a pathogen, is a nematode which affects a lot of plants, and especially here we are talking about its infection in the roots of tobacco plant. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെലോഡിഗൈൻ ഇഗ്നോഗ്നിഷ്യ എന്നൊരു പാത്തജൻ്റെ ടൊബാക്കോ പ്ലാന്റിൻ്റെ റൂട്ട്സിലുള്ള ഇൻഫെക്ഷനെ പറ്റിയാണ്. Because of this infection, the yield of tobacco is reduced very largely, very drastically it is reduced. So how can we use biotechnology to prevent such losses? ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, this Melodygain incognitia will enter inside the host through the roots and they will release their DNA. This DNA is transcribed into RNA, and this RNA will produce certain proteins which are causing the disease in the tobacco plant. Okay, so in this method what they are doing is, it is a natural cell. ഒരു ഏതൊരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഓർഗാനിസിൻ്റെ ഒരു നാച്ചുറൽ സെല്ലുലാർ ഡിഫെൻസ് മെക്കാനിസം ആണ് ഇപ്പം നമ്മൾ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. സെല്ലുലാർ ഡിഫെൻസ് എന്ന് വെച്ചാൽ, സാധാരണ നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു അൺനോൺ RNA വന്നു കഴിഞ്ഞാൽ ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA ഏതെങ്കിലും രീതിയിൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുണ്ടെങ്കിൽ ദേ വിൽ ഫോം എ കോംപ്ലിമെൻ്ററി ബേസ് പെയർ ആൻഡ് നൗ ദിസ് ബിക്കംസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഡബിൾ സ്റ്റാൻഡേർഡ് RNAക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല, ആൻഡ് RNases എന്ന എൻസൈംസ് വന്നിട്ട്, ഓർഗാനിസത്തിലുള്ള RNases എന്ന എൻസൈം വന്നിട്ട് ഇവരെ കട്ട് ചെയ്യും. അങ്ങനെ ദ RNA is destroyed. ഓക്കെ, ഇതാണ് RNA ഇൻ്റർഫറൻസ്. RNAൻ്റെ ഫർദർ പ്രോസസ്സിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ ടൊബാക്കോ പ്ലാന്റിലേക്ക് യൂസിങ് ദ ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് വെക്ടർ, ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് പറഞ്ഞാൽ കോസിങ് ദീസ് ആർ ദ പാത്തജൻസ് വിച്ച് കോസസ് ട്യൂമർ ഇൻ സർട്ടൈൻ പ്ലാന്റ്സ്. അവരുടെ റൂട്ട്സിൽ ട്യൂമർ പോലത്തെ ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഒരു പാത്തജനാണ്. But in this agrobacterium tumefaciens, we are removing the TI plasmid, the virulence of the TI plasmid റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ആ TI പ്ലാസ്മിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മെലോഡിഗൈൻ ഇക്കോഗ്നിഷ്യൻ്റെ ഉണ്ടാകുന്ന mRNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ആസ് എ ഫോറിൻ DNA. Now this plasmids enters into the tobacco plant. We are injecting it. We are artificially injecting these agrobacterium tumefaciens into the tobacco plant. ആൻഡ് അപ്പം മെലോഡിഗൈനെ ഇക്കോഗ്നിഷ്യൻ്റെ RNA അതിനകത്തുണ്ട്. നമ്മുടെ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA നമ്മളിപ്പോൾ ബയോടെക്നോളജിയിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പാത്തജൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാണെങ്കിൽ ദേ വിൽ റിലീസ് ദർ DRNA ഇസ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു ദി mRNA ഉണ്ടാവും. പക്ഷേ ഓൾറെഡി ആ പ്ലാന്റിൽ ഓൾറെഡി ദ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആണത്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് നമ്മുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA ഉണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു ഡിസീസിനെ അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ RNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA അതിനകത്തുണ്ട്. ആ DNA ട്രാൻസ്ക്രൈബ് ചെയ്യാൻ RNA ആവും. അപ്പോൾ ആ രണ്ട് RNAയും പരസ്പരം കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ദേ വിൽ ബേസ് പെയർ ആൻഡ് ഫോം എ ഡബിൾ സ്ട്രാൻഡഡ് RNA.
Now, this double-stranded RNA will further be destroyed by the RNA's enzymes which is present inside the organism, and hence the RNA of Melodigan echinacea causing infecting the roots of tobacco plant has been silenced. എന്ന് വെച്ചാൽ they are no more effective. ഇതാണ് RNA ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞത്. RNA ഇൻ്റർഫെറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു പാത്തജൻ എന്ന് പറയുന്നത് നമ്മുടെ ടൊബാക്കോ പ്ലാന്റിലേക്ക് കയറുന്നു, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ റിലീസ് ചെയ്യുന്നു, ആ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ക്രൈബ് RNA ഫോം ചെയ്യുന്നു, ആ RNA ട്രാൻസ്ലേറ്റ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, ആ പ്രോട്ടീനാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഡിസീസിനെ പറ്റി, ഈ ഒരു RNA പറ്റി നല്ലോണം പഠിച്ചിട്ട് ആ RNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു RNAനെ നമ്മൾ ആർട്ടിഫിഷ്യലി ബൈ ദ മെത്തേഡ്സ് ഓഫ് ബയോടെക്നോളജി ഈ ഒരു ടൊബാക്കോ പ്ലാന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ് ആസ് ദ വെക്ടർ. ഓക്കെ, ആ ഡിസൈഡ് ജീനിനെ ആഗ്രോബാക്ടീരിയം ടുമിഫേഷ്യൻസ് വെക്ടറിലൂടെ നമ്മൾ ഈ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Okay, now what happens if in future, if any this is the genetically modified tobacco plant now. If this tobacco plant in future is infected by Melodiga echinacea bacteria pathogen, what happens is അവർ mRNA ഉണ്ടാക്കുന്നു. പക്ഷേ ആ mRNA കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA ഓൾറെഡി ഇപ്പം ഈ മോഡിഫൈഡ് ടൊബാക്കോ പ്ലാന്റിലുണ്ട്. അപ്പോൾ ആ രണ്ട് RNA എന്ത് ചെയ്യും, ദേ വിൽ ഫോം എ ഡബിൾ സ്ട്രാൻഡ്. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് RNA ഈസ് നോ ലോങ്ങർ ഫങ്ഷണൽ ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ട്രാൻസ്ലേറ്റഡ് ടു പ്രൊഡ്യൂസ് ദ പ്രോട്ടീൻ. And hence we can say that this RNA has been silenced. Silenced എന്ന് പറഞ്ഞാൽ it is now no longer able to do its function. ഓക്കെ, അപ്പം അത് ആ ഒരു സൈലൻസ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു ഓർഗാൻസ് തന്നെയുള്ള RNAs എൻസൈംസ് ഉണ്ടാകും, അത് വന്നിട്ട് അതിനെ കട്ട് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. ദിസ് ഈസ് വൺ മെത്തേഡ് ഓഫ് developing resistance in plants to certain diseases by the use of biotechnology or by use of genetically modified organisms. ഓക്കെ, ഇത് കാരണം എന്ത് പറ്റും, പാരസൈറ്റ് ആ ഒരു ട്രാൻസ്ജീനിക് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ വേറെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജീനിക് ഹോസ്റ്റ്. ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയും. ട്രാൻസ്ജീനിക് എന്താണ്, transgenic host. Transgenic is nothing but genetically modified organism. അതിൻ്റെ വേറെ പേരാണ് transgenic. Okay, so in this transgenic host, this particular pathogen is no longer able to survive and produce its protein and hence cause the infection. Okay, I hope you have understood that. This is the application of biotechnology in the field of agriculture.